ഹായ് ഓൾ, ദിസ് അഖിൽ ഫ്രം മെഡ്ബലപ്പ്. സോ ഇന്ന് നമ്മൾ GBP JPYയിലും യൂറോ USDയിലും ന്യൂയോർക്ക് സെഷനിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഡോളറിലേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്റ്റർഡേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ആ 4 അവറിൻ്റെ മേജർ ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അവിടെ 2 ഫെയർ വാല്യൂ ഗ്യാപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു 4 അവറിൽ തന്നെ. ആൻഡ് പ്രീമിയം സോണിലേക്ക് എൻട്രി ചെയ്യാതെ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് തന്നെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നായിരുന്നു ആ ഒരു മൊമെൻറ്റം കാരണം നമുക്ക് ഷാർപ്പായിട്ട് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ കറൻ്റ്ലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ബെയറിഷ് മൂവ്മെൻറ്റിലാണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ പോലും ഒരു ബുള്ളിഷ് റിയാക്ഷൻ ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് കറൻ്റ്ലി ഉള്ളത്. സോ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഒപ്റ്റൈൻഡ് ആയിട്ടുള്ള പ്രീമിയം സോണിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയാസ് ആൻഡ് ഓർഡർ ബ്ലോക്ക് ഏരിയാസ് ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയാസിലേക്ക് ന്യൂയോർക്ക് സെഷനിൽ മാർക്കറ്റ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യൂറോ USDയിലേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കറൻ്റ്ലി മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് സെന്റിമെന്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് യെസ്റ്റർഡേ GBP USDയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഇവിടെയും ഹാപ്പൻ ആയിട്ടുള്ളത്. സോ വീക്ക്ലി ഏരിയയിലെത്തി അവിടെ നിന്ന് പ്രീവിയസ് ഡേയുടെ ലോ എടുത്തതിന് ശേഷം ഇന്നലെയാണ് നമുക്ക് പ്രീവിയസ് വീക്ക് ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു 4 അവറിൻ്റെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏരിയയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് പ്രസന്റ് ആണ്. സോ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് താഴെയായിട്ടുള്ള ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം അവിടുന്ന് ഒരു നെക്സ്റ്റ് ഒരു റാലി ആ ഒരു ബുള്ളിഷ് ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഡിസ്കൗണ്ട് സോണിൽ പ്രസന്റ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ആ ഒരു 0.618 സോണിൽ പ്രസന്റ് ആണ്. സോ ഈ ഒരു 2 ഏരിയാസിൽ എത്തുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ബുള്ളിഷ് എൻട്രീസ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. GBP JPY നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്ക് ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് സോണിലുള്ള 4 അവർ ടൈം ഫ്രെയിമിൻ്റെ ഡിസ്കൗണ്ട് സോണിലുള്ള ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റത്തിലുള്ള ഒരു ഷിഫ്റ്റ് തന്നത്. ആൻഡ് യെസ്റ്റർഡേ ന്യൂയോർക്ക് സെഷനിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഫാൾ അവിടെ കിട്ടിയെങ്കിൽ പോലും അതിനെ റിക്കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സോ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എക്സ്ട്രീം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയും അതോടൊപ്പം തന്നെ ഡിസിഷണൽ ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ള ഈ ഒരു ഏരിയയും പ്രസന്റ് ആണ്. സോ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കൺഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ടും അതിൻ്റെ താഴെയുള്ള ഏരിയാസിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സ്ട്രീം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് എൻട്രീസ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ടാർഗറ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റിയും അതിന് മുകളിലായിട്ടുള്ള ഈ ഒരു പ്രീവിയസ് വീക്ക് ഹൈയും ആയിരിക്കും ടാർഗറ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇന്ന് നമ്മൾ GBP JPYയിലും യൂറോ USDയിലും എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ്.